Hello my dears, welcome to ACS online class. We page number 82 vare padichale. Page number 82 ile question number 5 vare padichu. Ini question number 6. Check your answers yourself. Ningalude answers ningal സ്വന്തമായിട്ട് check ചെയ്യാം. Okay, 236 minus 114 അല്ലേ? Hundreds, tens, ones ഉണ്ട്. എന്താണ് ones സ്ഥാനത്തുള്ള 6 ഉം 4 ഉം തമ്മിൽ മൈനസ് ചെയ്തപ്പോൾ എത്ര ഉത്തരം കിട്ടി? 2 കിട്ടി. താഴത്തെ എഴുതി അല്ലേ? ഇത് ടെൻസിന്റെ സ്ഥാനത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 3 ഉം 1 ഉം. 3 മൈനസ് 1 എന്താണ്? 2. താഴത്തെ എഴുതിയിട്ടുണ്ട്. ടെൻസിന്റെ സ്ഥാനത്ത് എഴുതിയിട്ടുണ്ട്. ഇനി 100 സ്ഥാനത്തുള്ള 2 മൈനസ് 1 എന്താണ് ഉത്തരം? 1. ഉത്തരം എന്ത് കിട്ടി? 122 എന്ന് ഉത്തരം കിട്ടി അല്ലേ? അപ്പൊ എന്താണ് നമുക്കറിയാം 236 എന്ന് പറയുന്നത് ഒരു വലിയ നമ്പറാണ് അല്ലേ? ആ വലിയ നമ്പറിൽ നിന്നാണ് മറ്റൊരു ചെറിയ നമ്പർ മൈനസ് ചെയ്തെടുത്തത് അല്ലേ? 236 മൈനസ് അതിനെക്കാട്ടി ചെറിയ നമ്പറായ 114. ഓക്കെ, അപ്പോ നമ്മൾ ഉത്തരവും നമുക്ക് കിട്ടി. 122 എന്ന് ഉത്തരവും കിട്ടി. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തിരിച്ചൊന്ന് ഒരു സ്റ്റെപ്പ് തിരിച്ചൊരു കാര്യം ചെയ്ത് നോക്കാം. ഉത്തരം കിട്ടിയ 122ഉം 114 തമ്മിൽ നമ്മൾ ആഡ് ചെയ്ത് നോക്കാൻ പോവാം. ഓക്കെ, കൂട്ടി നോക്കാൻ പോവാം. 236 അന്ന് ആ വലിയ നമ്പർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോവാണേ. എന്താണ് 122 പ്ലസ് 114 that is equal to 2 plus 4 6 ആണ്. 2 plus 1 3 ആണ്. 1 plus 1 2 ആണ്. 236 എന്ന ഉത്തരം കിട്ടിയല്ലേ? അപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് ശരിയാണ്. ആ വലിയ നമ്പറായ 200 ആ ചെറിയ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ആ വലിയ നമ്പറായ ആദ്യത്തെ നമ്പർ 236 തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ആ മൈനസ് അഡീഷൻ എല്ലാം കറക്റ്റ് ആയിരുന്നു അല്ലേ? ഇനി അടുത്ത ദിവസം നോക്കി 340 എന്നൊരു വലിയ നമ്പറിൽ നിന്ന് 28 ലെസ് ചെയ്യാണ്, മൈനസ് ചെയ്യുവാണ്. 340 മൈനസ് 28. ഓക്കെ, നമുക്ക് മൈനസ് ചെയ്യാം. ഈ 28ൽ എന്താണ്? ടെൻസും വൺസും മാത്രമേ ഉള്ളൂ. 340 ഹൺഡ്രഡ്സും ടെൻസും വൺസും ഉണ്ട് അല്ലെ? മൈനസ് ചെയ്യാം. 0 മൈനസ് 8 പറ്റത്തില്ല. അപ്പൊ നമുക്ക് ബോറോ ചെയ്യാം. 4നെ 3 ആക്കി 1 കുറച്ച് കൊടുത്തു, ആ 1 ഇങ്ങോട്ട് കൊടുത്തു, കൂട്ടി വായിച്ചു. 10 എന്ന് വായിച്ചു. 10 മൈനസ് 8 എന്താണ്? 2. 3 മൈനസ് 2 എന്താണ്? 1. ആ 3ക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ഒന്നുമില്ല, മൈനസ് ചെയ്യാൻ ഒന്നുമില്ല. അപ്പൊ ആ 3 താഴത്തോട്ട് എടുത്തെഴുതി. ഇപ്പൊ 312 എന്ന് ഉത്തരം കിട്ടി അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ നമുക്കറിയാം ഒരു വലിയ നമ്പറായ 340 നിന്ന് ചെറിയ നമ്പർ 28 മൈനസ് ചെയ്തപ്പോൾ ഉത്തരം ഈ നമ്പർ കിട്ടി അല്ലേ? നമ്മൾ ചെയ്തേക്കുന്ന കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഉത്തരവും ആ ചെറിയ നമ്പർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. 312 പ്ലസ് 28 ചെയ്ത് കൊടുത്ത് നോക്കാം നമ്മൾ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ. അപ്പൊ 340 വലിയ നമ്പറായ 340 തന്നെ കിട്ടുമെങ്കിൽ ഉത്തരം കറക്റ്റ് ആണ് അല്ലെ? നമ്മൾ ഇവിടെ ഈ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 4 സ്ഥാനത്ത് 3 ആക്കി കൊടുത്തത്. പക്ഷെ ശരിക്കും ആ നമ്പർ എന്താണ്? 340 തന്നെയാണ് അല്ലെ? ഉത്തരം നോക്കാം. 2 plus 8 10. Okay, carry 1 plus 1 2 2 plus 2 4 3. ഉത്തരം എന്ത് കിട്ടി? നമുക്ക് നമ്മുടെ ആദ്യത്തെ നമ്പറായ 340 തന്നെ കിട്ടി. അപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഈ ഓപ്പറേഷൻ കറക്റ്റ് ആണ് അല്ലെ? മൈനസിൽ ഉത്തരം കിട്ടിയേക്കുന്ന 312 കറക്റ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വിദ്യ മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. ചെക്ക് റാഷിയസ് സബ്ട്രാക്ഷൻ യൂസിങ് അഡീഷൻ. ഓക്കെ, അഡീഷൻ ഉപയോഗിച്ച് ഈ സബ്ട്രാക്ഷൻ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ എന്ന് രാശി ചെക്ക് ചെയ്യുവാണേ. ഗിവ് ഹർ ഒരു അടയാളം ഫോർ എവറി റൈറ്റ് ആൻസർ. ആ എല്ലാ ശരി ഉത്തരത്തിലും ആ ഒരു അടയാളം കണ്ടില്ല, ഒരു ബി പോലെ ഒരു അടയാളം, ബി താഴത്തോട്ട് എഴുതിക്കുന്ന പോലെ ഒരു അടയാളം കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 384 എന്ന വലിയ നമ്പറിൽ നിന്ന് 243 മൈനസ് ചെയ്തു. ഉത്തരം എന്ത് കിട്ടി? 4 മൈനസ് 3 1. 8 മൈനസ് 4 4. 3 മൈനസ് 2 1. ഉത്തരം എന്ത് കിട്ടി? 141. അപ്പൊ ഈ ചെയ്തേക്കുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി രാശി എന്തെടുത്തു? കിട്ടിയ ഉത്തരമായ 141 പ്ലസ് 243 ചെയ്ത് നോക്കി. അപ്പൊ എന്ത് കിട്ടി? 1 plus 3 4. 4 plus 4 8. 2 plus 1 3. ഉത്തരം എന്ത് കിട്ടി?
384 എന്ന് കിട്ടി. അപ്പോൾ ചെയ്തേക്കുന്ന ആ രണ്ട് ആ മൈനസും ആ പ്ലസും എല്ലാം കറക്റ്റ് ആണല്ലേ. അപ്പൊ ആ താഴത്തെ ബോക്സിൽ മുകളിൽ കണ്ടോ ഒരു ബി പോലൊരു ബി താഴത്തോട്ട് എഴുതിയിരിക്കുന്ന പോലൊരു അടയാളം എഴുതി കൊടുത്തു. ഇനി അടുത്ത ചോദ്യം 468 മൈനസ് 139 ചെയ്ത് നോക്കാം. ഉത്തരം എന്ത് കിട്ടിയിരിക്കുന്നത് 221. നമുക്ക് ചെയ്ത് നോക്കാം അത് കറക്റ്റ് ആണോ ഇല്ലയോ. 468 മൈനസ് 139. ഓക്കെ ചെയ്ത് നോക്കാം. 8 മൈനസ് 9 പറ്റത്തില്ല, ബോറോ ചെയ്യണം. 6നെ 5 ആക്കി, ഇവിടെ 18 ആക്കി. 18 മൈനസ് 9 എന്താണ് 9 ആണ്. 5 മൈനസ് 3 എന്താണ് 2 ആണ്. 4 മൈനസ് 1 3 ആണ്. ഉത്തരം എന്തായിരുന്നു 329 ആയിരുന്നു അവിടെ ഉത്തരം വരേണ്ടത് അല്ലേ. 329 ആയിരുന്നു ഉത്തരം പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ ഉത്തരമായിട്ട് കൊടുത്തേക്കുന്നത് ഏത് നമ്പറാണ് 221 ആണ്. അപ്പൊ നമുക്ക് 221 അപ്പുറത്തെ ബോക്സ് എഴുതിക്കേ 221 പ്ലസ് 139 ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 468 മൈനസ് 139 ഇസ് ഈക്വൽ ടു 221 എന്നല്ലേ. അത് തെറ്റാന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ ചെയ്ത് നോക്കിയപ്പോ മനസ്സിലായി. പക്ഷെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ മൊത്തമായിട്ട് തന്നിരിക്കുകയാണ് അല്ലെ, മൊത്തം ഫുൾ ആയിട്ട് തന്നിരിക്കുക. അപ്പൊ അത് നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അപ്പുറത്തെ ബോക്സ് എഴുതിക്കേ 221 പ്ലസ് 139 ഇപ്പുറത്തെ ബോക്സ് എഴുതുക. ആഡ് ചെയ്യാം. 1 plus 9 10, 2 plus 1 3, 3 plus 3 6, 2 plus 1 3. ഉത്തരം എന്താണ്? ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും 360 ആണ് കിട്ടുന്നത്. അപ്പോ നമ്മുടെ 468 കിട്ടിയോ? ഇല്ല. അപ്പൊ ഈ ഓപ്പറേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഈ ഒരു കാര്യം സബ്ട്രാക്ഷൻ തെറ്റാണ് അല്ലെ. രമ്യ ചെയ്തിരിക്കുന്ന രാശി ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോബ്ലം തെറ്റാണ്. താഴത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എന്തായിരുന്നു വരേണ്ടത് 329 ആയിരുന്നു വരേണ്ടത്. 329 പ്ലസ് 139 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 468 ഉറപ്പായിട്ടും കിട്ടും അല്ലേ. അപ്പൊ അവിടെ എംബ്ലം കൊടുക്കണോ? ആ ബി പോലുള്ള എംബ്ലം കൊടുക്കണോ? വേണ്ട. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 356 മൈനസ് 247. ഓക്കെ. ഉത്തരം തന്നിരിക്കുന്നത് എന്താ 190 എന്ന് ഉത്തരം തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇപ്പത്തെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 109 ആ ബോക്സിൽ എഴുതിക്കേ 119 പ്ലസ് 247 ചെയ്ത് നോക്കുമ്പോൾ ആ വലിയ ഉത്തരമായ 356 കിട്ടുമോ നോക്കാം. ആഡ് ചെയ്യാം. 9 plus 7 എന്താണ് 16. 1 plus 1 2, 2 plus 4 6, 1 plus 2 എന്താണ് 3. ഉത്തരം എന്ത് കിട്ടി 366 ആയിരുന്നു ഉത്തരം കിട്ടിയത്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് വരേണ്ടത് 356 ആണ്. അപ്പൊ ഉത്തരം തെറ്റല്ലേ. അപ്പൊ അവിടെയും ആ എംബ്ലം കൊടുക്കണ്ട അല്ലെ. അപ്പൊ അവിടെ എങ്ങനെ എഴുതുക 109 അപ്പുറത്തെ ബോക്സിൽ എഴുതുക 119 പ്ലസ് 247 is equal to 366 എന്ന് എഴുതുക. അപ്പൊ അതും നമ്മുടെ രാശി ചെയ്തിരിക്കുന്നത് തെറ്റാണ് അല്ലെ. ഇനി അടുത്ത സെയിം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോളത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് 468 മൈനസ് 139. നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും അതിന് പകരമായിട്ട് നോട്ട് ബുക്കിൽ മിസ് തരുന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ. മിസ് തരുന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക. നോട്ട്ബുക്ക് എഴുതുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതുക. ഓക്കെ. പേജ് നമ്പർ 83 എന്ന് കൊടുക്കുക. ആദ്യമേ നമ്മുടെ ചാപ്റ്ററിന്റെ പേരൊക്കെ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് പേജ് നമ്പർ 83 എന്ന് കൊടുക്കുക. ഇത് മിസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക. 568 എന്ന വലിയ നമ്പറിൽ നിന്ന് എന്താണ് 322 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 130 ആണോ എന്ന് നോക്കുക. ഓക്കെ. 130 ആണോ നോക്കുക. ഓക്കെ. അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ടോ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് 130 പ്ലസ് 322 ചെയ്ത് നോക്കുമ്പോൾ എന്ത് ഉത്തരം കിട്ടും ഈ 568 കിട്ടുമെന്നുള്ളത് നോക്കുക. ഓക്കെ. അങ്ങനെയെങ്കിൽ എന്താണ് എന്തായിരിക്കും? അങ്ങനെയെങ്കിൽ മിസ്സിന്റെ ഈ ഓപ്പറേഷൻ കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മിസ്സിന്റെ ഈ ഓപ്പറേഷൻ തെറ്റാണെന്ന് തെളിയുവാണെങ്കിൽ ഓക്കെ, തെറ്റാണ് തെളിയുവാണെങ്കിൽ ഓക്കെ എന്താണ് ശരിയായ ഉത്തരം? ഈ ഉത്തരം എന്താണ് 568 മൈനസ് 322 എന്നുള്ളത് എന്റെ ആൻസർ എന്താന്ന് അവിടെ ഒന്ന് എഴുതിയിട്ടേക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് മിസ്സിന്റെ ഹോംവർക്ക് കേട്ടോ, മറക്കരുത്, ചെയ്യണം. ഇനി 7th question, fill in the missing numbers in the colored boxes. Okay.
ഈ കളർ ചെയ്തിരിക്കുന്ന ആ ബോക്സസിൽ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ട് നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് എന്താണ് അത് അവിടെ എഴുതി കൊടുക്കാം. 78 മൈനസ് 3 ഇവിടെ വൺസിന് സ്ഥാനത്ത് എന്താന്ന് കൊടുത്തിട്ടില്ല, 4 5. ഓക്കെ, അപ്പൊ നമുക്ക് ഈ വൺസിന്റെ സ്ഥാനത്ത് ഏതോ ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഏതോ ഒരു നമ്പർ ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഏതോ ഒരു നമ്പറിൽ 8ൽ നിന്ന് ഏതോ ഒരു നമ്പർ കുറയ്ക്കുമ്പോൾ 5 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഏതായിരിക്കും ആ നമ്പർ? ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 മൈനസ് 5 ചെയ്യും. ഉത്തരം എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, ഉത്തരം 3 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 200 and എന്തോ നമ്പർ മൈനസ് വൺസിന്റെ സ്ഥാനത്ത് നമ്പർ കൊടുത്തിട്ടില്ലേ? 107 200 and something അല്ലെ? 200 എന്നുള്ള ഒരു വലിയ നമ്പറിൽ നിന്ന് 100 and something ഏതൊരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? ഏതൊരു ഉത്തരം കിട്ടും. അവിടെ ചില നമ്പേഴ്സ് ഒക്കെ മിസ്സിംഗ് ആണ്, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഏതോ ഒരു വലിയ നമ്പറാണ് മുകളിൽ വരേണ്ടത് അല്ലെ? ആ വലിയ നമ്പറിൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? വലിയ നമ്പറിൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ ഉത്തരമായ 2 കിട്ടും. അപ്പൊ ഈ വലിയ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം അല്ലെ? 7 + 2 എന്താണ്? 9. ഓക്കെ, അപ്പൊ 9 മൈനസ് 7 ആണ് 2 അല്ലെ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? 1 മൈനസ് ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ 3 എന്ന് ഉത്തരം കിട്ടും. നമുക്കറിയാം 1ൽ നിന്ന് എന്തായാലും ഒരു വലിയ നമ്പർ മൈനസ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? അപ്പോൾ അവിടെ 11 ആണെങ്കിൽ അല്ലെ, ഇവിടെ നിന്ന് ഒരു നമ്പർ ബോറോ ചെയ്ത് 2ൽ നിന്ന് ഒരു നമ്പർ ബോറോ ചെയ്ത് 11 മൈനസ് ഏതോ ഒരു നമ്പർ ആണെങ്കിൽ എന്താണ്? മുകളിൽ എപ്പോഴും വലിയ നമ്പറാണ് വരേണ്ടത് അല്ലെ? 1നെക്കാട്ടി എന്തായാലും വലുതാണ് 3. അപ്പൊ 1 ആയിരിക്കത്തില്ല മുകളിൽ വരേണ്ടത്, 11 ആണെങ്കിൽ ഓക്കെ അല്ലെ? 11 എന്തായാലും 3യെക്കാട്ടി വലിയ നമ്പറാണ്. അപ്പൊ വലിയ നമ്പറിൽ നിന്ന് ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോഴാണ് ഉത്തരം 3 കിട്ടുന്നത്. അപ്പൊ നമുക്ക് 11 ആക്കി കൊടുക്കാം. 2നെ വെട്ടി 1 ആക്കി ഇവിടെ ആ 1 കൊടുത്തു 11 ആക്കി. ഓക്കെ, കടമെടുത്ത് ആ 1 കൊടുത്തു 11 എന്ന് കൂട്ടി വായിച്ചു. 11 മൈനസ് ഏതോ ഒരു നമ്പർ ചെയ്യുമ്പോൾ ഉത്തരം 3 കിട്ടും. അപ്പം ആ ഇടക്കത്തെ ആ ഒരു നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ വലിയ നമ്പറായ 11 മൈനസ് 3 ചെയ്ത് നോക്കുക. എന്ത് കിട്ടും? 11 മൈനസ് 3 എന്താണ്? 8. ശരിയല്ലേ? 11 മൈനസ് 8 ആണ് 3. ഇവിടെ എന്ത് വരും? ഇവിടെ 2 മാറ്റി 1 ആക്കി കൊടുത്തില്ലേ? 1 മൈനസ് 1 എന്താണ്? 0. ഉത്തരം എന്ത് കിട്ടി? 32. ഓക്കെ, 219 മൈനസ് 187 is equal to 32 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വലിയ നമ്പറായ ഏതോ ഒരു നമ്പറിൽ നിന്ന് മൈനസ് 3 is equal to എന്താണ്? 60. വലിയ നമ്പറിൽ നിന്ന് ചെറിയൊരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 16 ഉത്തരം കിട്ടി. കണ്ടുപിടിക്കാം. 6 മൈനസ് ദാറ്റ് is equal to 0. 6ൽ നിന്ന് എന്താണ്? 6 തന്നെ മൈനസ് ചെയ്യുമ്പോഴാണ് 0 എന്ന് ഉത്തരം കിട്ടുന്നത് അല്ലേ? ഇനി ഒരു മുകളിൽ ഉള്ള ഒരു വലിയ നമ്പറിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പൊ ആ നമ്പർ ഏതായിരിക്കും? 3 + 6 എന്താണ്? 9. 96 മൈനസ് 36 ആണ് ഉത്തരമായ 60 കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാകുന്ന എല്ലാവർക്കും? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വലിയ നമ്പറായ ഏതോ ഒരു നമ്പറിൽ നിന്ന് എന്താണ്? 3 സ്ഥാനമുള്ള ഏതോ നമ്പർ, 3 അക്കമുള്ള ഒരു നമ്പറിൽ നിന്ന് 238 മൈനസ് ചെയ്യുമ്പോൾ ഉത്തരം 3 അക്ക സംഖ്യയാണ് അല്ലെ? കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണിത്? നമുക്ക് വൺസിന്റെ സ്ഥാനം നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്ത് പോകാം. ഓക്കെ, 4 മാറ്റി 3 ആക്കി. എന്നിട്ടോ ഇവിടെ 14 എന്ന് വായിച്ചു. 14 മൈനസ് 8 എന്താണ്? 6 ആണ്. ഓക്കെ, ഇനി 3 മൈനസ് 3 എന്ത് വരും? 0 വരും. ഓക്കെ, ഇനി ഏതോ ഒരു വലിയ നമ്പറിൽ നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് ഉത്തരം കിട്ടും. ആ വലിയ നമ്പർ കിട്ടാനായിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? 2 + 2 എന്താണ്? 4. ഉത്തരം എന്തായിരുന്നു? 444 മൈനസ് 230 is equal to 206 എന്നായിരുന്നു ഉത്തരം വരേണ്ടിയിരുന്നത്. അപ്പോൾ ആ ബ്ലൂ ബോക്സിലുള്ള നമ്പേഴ്സ് ഒക്കെ വേക്കന്റ് ആയിരുന്നു. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് മിസ് ഇപ്പൊ പഠിപ്പിച്ചു തന്നു. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അടുത്തത്
പേജ് നമ്പർ 84. Let's deliver letters. നമുക്ക് ഈ ലെറ്റേഴ്സ് ഒക്കെ ഡെലിവർ ചെയ്യാം, കൊണ്ട് കൊടുക്കാം. പോസ്റ്റ്മാൻ അങ്കിൾ ഈസ് ഇൽ ടുഡേ. പോസ്റ്റ്മാൻ അങ്കിൾക്ക് സുഖമില്ല. Let's deliver letters for him. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് അതാത് ആൾക്കാരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കാം. Okay. Write the correct room number on the letters. Then find the rooms in the above building and circle them. Make a circle on room 455. കണ്ടില്ലേ, ഫസ്റ്റ് ലെറ്ററിൽ 445 plus 10 എന്തായിരുന്നു? 445 plus 10 എന്താണ്? ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുക്കുക, നോട്ട്ബുക്ക് എടുത്തിട്ട് ആഡ് ചെയ്യുക. ഈ പേജ് നമ്പർ 84 എന്ന് എഴുതുക, എന്നിട്ട് ഓരോ അഡീഷൻ ചെയ്ത് നോക്കുക. 445 plus 10 എന്താണ് ഉത്തരം? 455 ആണ്. അപ്പോൾ റൂം നമ്പർ ഏതാണ്? ആ കത്ത് റൂം നമ്പർ 455 കൊടുക്കേണ്ട ഒരു കത്തായിരുന്നു അല്ലേ? 455 റൂം 455 ഈ മോളിലത്തെ വീട്ടിൽ ഇവിടെ വരും. മോളിലത്തെ വീട്ടിൽ കുറച്ച് ബോക്സ് ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്, ടേബിളിനകത്തൊരു നമ്പേഴ്സ് ഉണ്ട്. ആ ഉത്തരം വരുന്ന നമ്പർ ഏതാണോ ആ നമ്പർ അവിടെ ആ നമ്പർ ഇവിടെ വരുമെന്ന് കണ്ടുപിടിച്ചിട്ട് പെൻസിൽ ഉപയോഗിച്ച് ഒരു സർക്കിൾ കൊടുക്കുക. ഓക്കെ, റൗണ്ട് വരയ്ക്കുക. 455 എന്നുള്ളത് നടുക്ക് കൊണ്ടല്ലേ, നടുക്ക് വരും. അവിടെ പെൻസിൽ ഉപയോഗിച്ചൊരു വട്ടം വരച്ചു കൊടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 456 minus 20. ബുക്ക് എടുക്കുക, ഉത്തരം കണ്ടുപിടിച്ച് എഴുതുക. 456 minus 20 എത്തിയിട്ടു 436 ആണ്. അപ്പൊ ആ ലെറ്റർ 456 minus 20 എന്നുള്ള ആ ലെറ്റർ കൊടുക്കേണ്ടത് ഏത് റൂമിലാണ്? 436. ഉത്തരം കിട്ടിയ 436 എന്ന റൂമിലാണ് ആ ലെറ്റർ എത്തിക്കേണ്ടത്. 436 എവിടെയാണ്? ഇവിടെ താഴത്തായിട്ട് വരും. ഓക്കെ, അപ്പൊ അവിടെ ഒന്ന് റൗണ്ട് ചെയ്യുക, ഒരു വട്ടം വരച്ചു കൊടുക്കുക, പെൻസിൽ ഉപയോഗിച്ച് ഒരു വട്ടം വരച്ചു കൊടുക്കുക. അടുത്ത ലെറ്റർ 430 plus 20 plus 13 എന്നാണ്. ഓക്കെ, 430 plus 20 plus 13 എന്നാണ്. നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാം. ഇവിടെ ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, ഇവിടെ ടെൻസും വൺസും, ഇവിടെ ടെൻസും വൺസും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പ്ലസ് അല്ല എല്ലായിടത്തും പറഞ്ഞേക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വൺസ് എല്ലാം ഒരുമിച്ച് താഴത്തോട്ട് ആഡ് ചെയ്യാം, ടെൻസ് എല്ലാം ഒരുമിച്ച് താഴത്തോട്ട് ആഡ് ചെയ്യാം, ഹൺഡ്രഡ്സ് എല്ലാം ഒരുമിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, 0 plus 0 plus 3 എന്താണ്? 3. 3 plus 2 എന്താണ്? 5. ആ കിട്ടിയ 5 plus 1 എന്താണ്? 6. 4ന്റെ കൂടെ 100 സ്ഥാനത്ത് വല്ലത് ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ 4 താഴത്തോട്ട് എഴുതി. 4 ഉത്തരം എന്ത് കിട്ടി? 463. അവിടെ എഴുതിക്കെ, പെൻസിൽ വെച്ച് എല്ലാവരും എഴുതിക്കെ. നോട്ട്ബുക്കിൽ ഈ വർക്ക് ചെയ്യുക, അഡീഷൻ എന്ന വർക്ക് ചെയ്യുക. ഉത്തരവും എന്താണ്? ഇവിടെ ആ റൂം നമ്പർ എഴുതുക, 436 എന്ന് എഴുതുക. സോറി, 463 എന്ന് എഴുതുക. 463 എന്ന് എഴുതുക. എന്നിട്ട് 463 ഈ ബോക്സിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് എന്താണ്? ഇവിടെ ഒരു വട്ടം വരച്ചു കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 426 plus 38. അപ്പൊ അത് ഏത് റൂം നമ്പർ അത് കണ്ടുപിടിക്കണം. നോട്ട്ബുക്കിൽ എല്ലാവരും അഡീഷൻ ചെയ്ത് നോക്കാം. 426 plus 38 എന്താണ് ഉത്തരം വരുന്നത്? 464 എന്ന് ഉത്തരം വരും. നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാം. 464 വരും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ 464 എവിടെയാണ്? എവിടെയാണ്? അപ്പൊ അവിടെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കത്ത് അവിടെ കൊടുക്കാനുള്ളതായിരുന്നു. നമ്മൾ കണ്ടുപിടിച്ചു, റൂം നമ്പർ കണ്ടുപിടിച്ചല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 467 plus 11. 467 plus 11 നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടുന്നത് നോക്കുക. ഉത്തരം വരുന്നത് 478 എന്നാണ്. അപ്പൊ അവിടെ റൂമിന്റെ അവിടെ എഴുതി 478. എന്നിട്ട് ഈ 478 ഇവിടെ ഈ വീട്ടിനകത്ത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട്, അതായത് ഇവിടെയാണ്, സെക്കൻഡ് റോയിലാണ്. അപ്പൊ കണ്ടുപിടിച്ചിട്ട് അവിടെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 480 minus 9. 480 minus 9 ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 471 കിട്ടും. ഇവിടെ 471 എഴുതുക. ഈ വർക്ക് 480 minus 9 എന്നുള്ള വർക്ക് നോട്ട്ബുക്കിൽ ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 471 കിട്ടും. ആ 471 ഇവിടെയും കൂടെ എഴുതുക. എന്നിട്ട് ഈ 471 ഇവിടെ ഈ വീടിനകത്ത് എവിടെയാണ് കണ്ടുപിടിച്ചിട്ട്, സെക്കൻഡ് റോയിലാണ്, ഫസ്റ്റ് ആയിട്ടുണ്ട്, ഇവിടെ കണ്ടുപിടിച്ചിട്ട് റൗണ്ട് ചെയ്യുക. ഞാൻ താഴത്തുള്ള എല്ലാ വർക്കും ചെയ്യണം കേട്ടോ. മിസ് പറഞ്ഞു തരാം, ആൻസേഴ്സ് ഒക്കെ പറഞ്ഞുതരാം. 429 plus 10 plus 20. ഉത്തരം എന്ത് കിട്ടും? 459 എന്ന് കിട്ടും. ഇനി 450 minus 90. ഉത്തരം 431 എന്ന് കിട്ടും. 498 minus 23. ഉത്തരം 475 എന്ന് കിട്ടും. ഇനി 466 minus 33. ഉത്തരം 433 എന്ന് കിട്ടും. ഇതെല്ലാം ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കിയുള്ള 5 എണ്ണോ
സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഉത്തരം അവിടെ കണ്ടുപിടിച്ച് ആ റൂം നമ്പർ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ റൂം നമ്പറിൽ ഒരു സർക്കിൾ വരച്ചു കൊടുക്കണം. ഓക്കെ, ഇനി find the missing numbers. Look at the number patterns, write the missing numbers. എന്താണ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് മിസ്സിംഗ് ആണ്, കൊടുത്തിട്ടില്ല. അത് ഏത് നമ്പേഴ്സ് ആണ് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ എഴുതി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കി 100, 200, 300, 4. പിന്നെ എന്താണ് 100 വീതം ആഡ് ചെയ്ത് പോവാം അല്ലേ. 100 പിന്നെ അത് കഴിഞ്ഞ് 200 പിന്നെ 300 പിന്നെ എന്താകും 400 പിന്നെ 500. അടുത്ത നമ്പർ 600 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തുണ്ട് 700. ഓക്കെ, ഇനി അടുത്ത ട്രെയിനിൽ അല്ലെ, ട്രെയിനിന്റെ നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ എന്തൊക്കെ വരും 900, 800, 700. 100 വീതം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലെ. മൈനസ് ചെയ്ത് നോക്കാം. 700 മൈനസ് 100 എത്രയാണ് 600. അപ്പൊ അവിടെ എഴുതുക. ഇനി 600 മൈനസ് 100 എന്തായിരിക്കും 500 ആണ്. അപ്പൊ അടുത്തത് 500 എഴുതുക. 500 മൈനസ് 100 എന്താണ് 400 ആണ്. അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി 400 മൈനസ് 100 എന്താണ് 300. 300 ലാസ്റ്റ് എഴുതി കൊടുക്കുക. ആ ട്രെയിനിന്റെ അകത്ത് തന്നെ എഴുതി കൊടുത്തേക്കുക. ഇനി സി 50, 100, 150, 200. ഇവിടെ ഡിഫറൻസ് എന്താണ് 100 മൈനസ് 50 എന്താണ് 50 ആണ്. 150 മൈനസ് തൊട്ടടുത്ത നമ്പറായ 100 എന്താണ് 50 തന്നെയാണ്. ഇനി 200 മൈനസ് 150 ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ അടുത്തടുത്ത നമ്പേഴ്സ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കും. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് കൊടുത്താൽ എന്തുത്തരം കിട്ടും 50 കിട്ടും. അപ്പൊ 50 നമ്പർ വീതം ഇവിടെ ഇൻക്രീസ് ചെയ്ത് പോവാം അല്ലെ, കൂടി കൂടി പോവാം. 50, 100, 150, 200. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും 250, 300 പിന്നെയോ 350, 400 അല്ലേ. ഇനി അടുത്ത 300, 250, 200. 50 വീതം കുറഞ്ഞു കുറഞ്ഞു പോവാം അല്ലെ. അതേ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്തേ 50 ആയിരിക്കും ഉത്തരം. ഓക്കെ, അങ്ങനെ ഓരോ അടുത്തടുത്ത നമ്പറിലോട്ട് പോകുമ്പോഴും 50 കുറഞ്ഞു 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 വരികയാണ്. 300, 250, 200 ഇനിയോ 150, 100, 50. ഓക്കെ, ഇനി അടുത്തത് ഇ. ഇടക്ക് 25, 35, 45 നിൽക്കണം. 25, 35, 45. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് നോക്കും. എന്ത് കിട്ടും 35 മൈനസ് 25 ചെയ്തേ ഉത്തരം 10 കിട്ടും. ഇനി അടുത്ത അപ്പൊ 10 ആണ് അവരുടെ ഇടയിലുള്ള വ്യത്യാസം അല്ലെ. ഇനി അടുത്ത നമ്പറായ 45 മൈനസ് 35 ചെയ്ത് നോക്കുമ്പോഴും 10 കിട്ടും. അപ്പൊ എന്താണ് ഫ്രണ്ടിലോട്ട് പോകുന്നതോറും 10 വീതം കൂടി 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 വരുവാണ് അല്ലെ. 45 കഴിഞ്ഞ വരുന്ന രണ്ടെണ്ണത്തിൽ നമുക്ക് എന്തൊക്കെ എഴുതാം 55ഉം 65ഉം എഴുതാം. ഇനി ഫസ്റ്റ് നമ്പർ അപ്പൊ എന്ത് എഴുതും 25ന് തൊട്ട് മുൻപുള്ള ആ ഫസ്റ്റ് ബോട്ടിൽ എന്താ എഴുതേണ്ടത്, എന്തെഴുതും 15 ആയിരിക്കും അല്ലെ. എന്താണ് 25 മൈനസ് 10 എഴുതുക അല്ലെ. പുറകോട്ട് പോകുമ്പോൾ 10 കുറഞ്ഞു കുറഞ്ഞു പോകുന്ന പോലെ, മുമ്പോട്ട് പോകുമ്പോൾ 10 കൂടി 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 പോകുന്ന പോലെയാണ് അല്ലെ. അപ്പൊ 25 മൈനസ് 10 ചെയ്യുമ്പോൾ ഉത്തരം 15 കിട്ടും. ആ 15 ആണ് ആദ്യം എഴുതേണ്ടത്. 15, 25, 35, 45, 55, 65. ഓക്കെ, ഓരോ ബോർഡുകളിലുള്ള ആളുകളുടെ എണ്ണമാണ് കേട്ടോ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി എഫ് 280, 260, 240. എന്താണ് 280 മൈനസ് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് നോക്കി. 280 മൈനസ് 260 ചെയ്യുമ്പോൾ എന്ത് കിട്ടും 20 ഉത്തരം കിട്ടും. ഇനി അടുത്തത് 260 മൈനസ് 240 ചെയ്ത് നോക്കിക്കേ. അപ്പോഴും വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ 20 കിട്ടും. അപ്പോൾ 20 കുറഞ്ഞു 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 വരുന്ന സീക്വൻസ് ആണ് അല്ലെ. 280, 260, 240. പിന്നെ 240 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 220. 220 നിന്ന് 20 മൈനസ് ചെയ്തേ 200 കിട്ടും. 200 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ 180 കിട്ടും. 180 നിന്ന് 20 മൈനസ് ചെയ്യുമ്പോൾ 160 കിട്ടും. ഓക്കെ, അതെല്ലാവരും സംശയം ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ ഈ മൈനസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കി സീരീസ് കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, 280, 260, 240, 220, 200, 180, 160. അടുത്തത് 125, 150, 175, 200. ഓക്കെ, എന്നാൽ 25 ഇതും കൂടി വരികയാണല്ലേ. അതെങ്ങനെ മനസ്സിലായി? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്ത് നോക്കി. എന്താണ് വലിയ നമ്പർ 150, 150 മൈനസ് 125. അപ്പൊ എന്താണ് 25 ഉത്തരം കിട്ടി. അപ്പോൾ ബോട്ട് പോകുന്നതോറും കൂടി കൂടി വരുവാന്ന് മനസ്സിലായി. 25 കൂടി 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 വരികയാണ് അല്ലെ. അപ്പൊ ഉത്തരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം 200 പ്ലസ് 25 ചെയ്യുമ്പോൾ ഇടയിലത്തെ ഉത്തരം കിട്ടും 225. 225 പ്ലസ് 25 എന്താണ് 250. അത് അവിടെ ഓൾറെഡി ഉണ്ട്.
ഇനി എന്താണ് 25 വീതം കൂട്ടി എഴുതുക. ഓക്കെ, അത് മിസ് തന്നെ ചെയ്യുക. മിസ് പറഞ്ഞു എഴുതുക. ക്ലാസ് 2 എണ്ണം മാത്രം തന്നെ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് മെന്റൽ മാത്സ്. മൈൻഡ് വെച്ച് ഓക്കെ, നമ്മൾ ബുക്കൊന്നും എടുക്കാം. നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇല്ലെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, 80 മൈനസ് ആ ബ്ലൂ റൗണ്ടിൽ 80 ഉണ്ട്, നടുക്കത്തെ റൗണ്ടിൽ 35 ഉണ്ട്. ആ ഓപ്പറേഷൻ എന്താണ്? ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ് കൊടുത്തിരിക്കുന്നത്? 80 മൈനസ് എന്നാണ്. 80 മൈനസ് 35 എന്താണ് ഉത്തരം? ഈസ് ഈക്വൽ ടു ആ നേരെ ആ 80 35 45 എന്നുള്ള ആ ഒരു ചരിഞ്ഞ വരെ നമുക്ക് 80 മൈനസ് 35 ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടി? 45 ആണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത താഴത്തോട്ടുള്ള ചരിഞ്ഞ നമുക്ക് താഴത്ത് എന്താണ് കിട്ടിയ ഉത്തരമായ 45 പ്ലസ് 35 അല്ലെ? 45ന്റെ ഇടയിലത്തെ ആ ലൈനിന്റെ ഇടക്ക് പ്ലസ് എന്നുണ്ട്. ആ പ്ലസ് 35 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 45 പ്ലസ് 35 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ചെയ്ത് നോക്കും, ഉത്തരം കിട്ടും. 80 തന്നെ കിട്ടും. അത് ആ മഞ്ഞ ബോക്സിൽ എഴുതണം. മുകളിലോട്ട് കാണുന്ന മഞ്ഞ ബോക്സിൽ എഴുതണം. ഓക്കെ, 45 പ്ലസ് 35 80 കിട്ടും. ഇനി താഴത്ത് നോക്കിക്കേ, 50 പ്ലസ് അടുക്കത്തെ നമ്പർ ഇല്ല, ആ പിങ്ക് കളർ ബോക്സ് നമ്പറും ഇല്ല, താഴത്തെ നമ്പറും ഇല്ല. അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സും ഇല്ല. ഏതെങ്കിലും ഒന്നുണ്ടായാലും നമുക്ക് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് അത് ആദ്യം ചെയ്യണ്ട. അടുത്ത ബ്ലൂ നോക്കിക്കേ, ബ്ലൂവിന് 75 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു 50. ഓക്കെ, 75 മൈനസ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ് ഉത്തരം? 50 കിട്ടി. 75 എന്നുള്ള വലിയ നമ്പർ കിട്ടുന്നു. ഏതോ ഒരു നമ്പർ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 50 എന്ന നമ്പർ കിട്ടും. അപ്പോൾ ആ ഇടയിലത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 75 മൈനസ് 50 ചെയ്ത് നോക്കാം. നമുക്കറിയാം എന്തൊക്കെ ചെയ്താലും ഈ മുകളിൽ കാണുന്നതായിരിക്കും വലിയ നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇടയിലത്തെ ആ ചെറിയ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ വലിയ നമ്പറായ 75 നിന്ന് 50 മൈനസ് ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 75 മൈനസ് 50 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ആ ഇടയിലത്തെ നമ്പർ എന്തായിരുന്നു? 25. അപ്പൊ ആ പിങ്ക് കളർ ബോക്സിൽ വരേണ്ട നമ്പർ എന്താണ്? 25 എന്ന്. അപ്പൊ 75 മൈനസ് നടുക്കത്തെ പിങ്ക് കളർ റൗണ്ടിൽ 25 എന്ന് എഴുതുന്നു. ഇസ് ഈക്വൽ ടു 50. അപ്പൊ ആ ലൈനിലുള്ള ഓപ്പറേഷൻ കറക്റ്റ് ആയില്ലേ? മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മൈനസ് ആയിട്ടുള്ള ആ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടി അല്ലേ? ഇനി അടുത്തത് 50 പ്ലസ് ഡാഷ് ഇസ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ നമുക്ക് ആ ഒരു ലൈൻ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും 50 പ്ലസ് നടുക്കത്തെ 25 ഇസ് ഈക്വൽ ടു താഴത്തെ മഞ്ഞ ബോക്സ് മഞ്ഞ റൗണ്ടിൽ 75 എന്ന് എഴുതുക. 50 പ്ലസ് നടുക്ക് എന്താണ്? 25 എന്ന് എഴുതിയിട്ടുണ്ട് നമ്മളിപ്പോ. ആ 25 50 പ്ലസ് 25 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 50 പ്ലസ് 25 ചെയ്യുമ്പോൾ ഇത്ര എന്ത് കിട്ടും? 75 കിട്ടും. ആ താഴത്തെ യെല്ലോ ബോക്സ് 75 എന്ന് എഴുതുക. ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 110 minus 60 is equal to 110 minus 60 എന്താണ്? ചെയ്ത് നോക്കുക. ഉത്തരം എന്ത് കിട്ടും? 50 കിട്ടും. അപ്പൊ താഴത്തെ ബ്ലൂ റൗണ്ടിൽ 50 എന്ന് എഴുതുക. അങ്ങനെയെങ്കിൽ 50 പ്ലസ് 60 എന്താണ്? ആ മുകളിലത്തെ മഞ്ഞ ബോക്സ് എന്താണ്? 110 എന്ന് എഴുതുക. ഓക്കെ, വലിയ നമ്പറെ 110 തന്നെ കിട്ടും അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നടുക്ക് 120 ഉണ്ടല്ലേ? 320 മൈനസ് 120 is equal to എന്താണ്? 320 മൈനസ് 120 ചെയ്യുമ്പോൾ ഉത്തരം 200 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മുകളിലത്തെ ബ്ലൂവിൽ 200 എന്ന് എഴുതുക. ഇനി താഴത്തെ സീക്വൻസ് നോക്കിക്കേ, താഴെ 320 ഉണ്ട്, 120 ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ആ മുകളിലത്തെ ആ മഞ്ഞയിൽ എന്ത് വരും? ഈ ഉത്തരം കിട്ടിയ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 320 മൈനസ് കാണിച്ചതാണ്. 320 മൈനസ് 120 ചെയ്യുമ്പോൾ ചെയ്ത് നോക്കി ഉത്തരം എന്ത് കിട്ടും? 0 മൈനസ് 0 0, 2 മൈനസ് 2 0, 3 മൈനസ് 1 2. ഉത്തരം എന്ത് കിട്ടി? 200 കിട്ടി. അപ്പോൾ ഇനി അടുത്തത് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ 200 പ്ലസ് 120 is equal to ഉത്തരം എന്ത് കിട്ടി? 320 കിട്ടി. അപ്പോൾ മുകളിലത്തെ ആ ഒരു മഞ്ഞയിൽ എന്താ പറയേണ്ടത്? 200 പ്ലസ് 120 is equal to എന്താണ്? 320. ഓക്കെ, ഇവിടെ ആ 120 320 എഴുതിയിട്ടുണ്ട്. മുകളിലത്തെ ആ മഞ്ഞയിൽ 200 എഴുതുക. മെന്റൽ മാത്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ മൈൻഡിൽ ഈ ബുക്കോ പേനയോ പെൻസിലോ ഒന്നും എടുക്കാതെ കാൽക്കുലേറ്ററോ ഫോണോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റുന്ന കണക്കുകളെയാണ് മെന്റൽ മാത്സ് എന്ന് പറയുന്നത്. സൈഡിൽ കണ്ടു ഒരു ആൻഡ് 45 പ്ലസ് 35 എന്താണ്?
ഓക്കെ 45 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 45 പ്ലസ് 35 എന്നുള്ളത് 40 പ്ലസ് 5. ഓക്കെ, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് 45 സ്പ്ലിറ്റ് ചെയ്ത് 40 പ്ലസ് 5 എന്നാക്കി. എന്നിട്ട് നടുക്കത്തെ പ്ലസ് അങ്ങനെ എഴുതി. ഓക്കെ, 35 സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 30 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമുക്കറിയാം എന്താണ് ഈ വലിയ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. 4 പ്ലസ് 3 എന്താണ് 7. ആ കൂടെയുള്ള 0 എഴുതി കൊടുത്തു. ഇനി എന്ത് മിച്ചമുണ്ട്? 40യും 30യും തമ്മിൽ ആഡ് ചെയ്ത് കൊടുത്തു അല്ലേ? ഇനി എന്തൊക്കെ മിച്ചമുണ്ട്? ഈ 5ഉം ഈ 5ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 10. 70 പ്ലസ് 10 എന്നായില്ലേ? ഉത്തരം എന്ത് കിട്ടി? 80. ഇവിടെ നമുക്ക് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചത് കൊണ്ട് എന്ത് പറ്റി? നമുക്ക് പേനയും പെൻസിലും ഒന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല അല്ലെ? ബുക്കൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ തന്നെ 80 മൈനസ് 30 മൈനസ് 5. 80 മൈനസ് 30 മൈനസ് 5 നമുക്കറിയാം. ഇവിടെ 80 മൈനസ് രണ്ടക്ക സംഖ്യയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആദ്യം മൈനസ് ചെയ്യുക. 80 മൈനസ് 30 എന്താണ്? 8 മൈനസ് 3 നോക്കുക എന്താണ്? 20. 8 മൈനസ് 3 5. ആ കൂടെയുള്ള ആ 0 സ്ഥാനത്തുള്ള 0 എഴുതി കൊടുത്തു. കണ്ടോ? 80 മൈനസ് 30 എഴുതി നോക്കുമ്പോൾ കണ്ടോ 8 മൈനസ് 3 എന്താണ്? 5. 0 മൈനസ് 0 0. കണ്ടോ? മിസ് ഇങ്ങനെ എഴുതി നോക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ 8 മൈനസ് 3 5 എന്ന് എഴുതി ആ 0 കൂടെയുള്ള 0 എഴുതി കൊടുത്തു. ഇനി എന്ത് മിച്ചമുണ്ട്? മൈനസ് 5 മിച്ചമുണ്ട്. ഉത്തരം എന്താണ്? 50 മൈനസ് 5 എന്താണ്? 45. ഓക്കെ, കണ്ടോ? ഇതാണ് മെന്റൽ മാത്സ്. നമുക്ക് എന്താണ് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കിയാൽ എന്താണ് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇത് വരെയുള്ള ഹോംവർക്സ് മിസ് പറഞ്ഞു തന്ന നോട്ട്ബുക്കിൽ ചെയ്യാനുള്ള ഹോംവർക്സ് പേജ് നമ്പർ എത്രയാണ്? പേജ് നമ്പർ 83 ടെക്സ്റ്റ് ബുക്ക് ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലും നോട്ട്ബുക്ക് ചെയ്യാനുള്ള പ്രോബ്ലം പറഞ്ഞു തന്നു. നോട്ട്ബുക്കിൽ ചെയ്യുക. പേജ് നമ്പർ 84 നോട്ട്ബുക്കിൽ വർക്ക് ചെയ്യാനുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ എഴുതാനുണ്ട്, അതുപോലെ എഴുതുക. ഇനി 85 പേജ് നമ്പർ 86 ഇത്രയും വർക്ക്സ് എല്ലാവരും ചെയ്ത് മിസ്സിന് ഹോംവർക്കായിട്ട് സെൻഡ് ചെയ്യുക. എന്നാലേ മിസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും സെൻഡ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.